ഹിമാചൽ ബീഡി. ആ അപ്പം അങ്ങനെ ഗുരുദ്വാരയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഗുരുദ്വാരയിൽ നിന്ന് എനിക്ക് വേറെ 4 ചെറുക്കന്മാരെ കിട്ടി. പുതിയ 4 ഗാങ്. ഇവരെങ്ങോട്ടാണെന്ന് അറിയാൻ പാടില്ല. ഗ്രഹനിലോട്ട് പോകണമെന്ന് പറഞ്ഞു, ഗ്രഹം വില്ലേജിലോട്ട്. അപ്പോൾ അവരുടെ കൂടെ ഞാനും പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടുകാർ കൂടെ ഉള്ളവരിങ്ങനെ മാറിക്കൊണ്ടിരിക്കും, പക്ഷെ ഞാൻ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. ഗുരുദ്വാരയിൽ നിന്ന് ഇറങ്ങി ഇതാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. വീണ്ടും ഒരു പെട്ടി. അപ്പോൾ ഗ്രഹനിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. എന്താ പറയണേ, ഇന്നലെ ഗുരുദ്വാര സ്റ്റേ അടിച്ചേക്ക് ഭയങ്കര സമാധാനം. നല്ല നീണ്ട് കടന്ന് അങ്ങനെ കസോളിട്ട് റിട്ടേൺ തിരിക്കുകയാണ്. അവിടുന്ന് വേണം ഗ്രഹനിലോട്ട് പോകാൻ. അപ്പോൾ കൂടെ ഒരുപാട് നായ്ക്കളെയും കിട്ടിയാണ്. കസോളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ കുറേ ടെൻ്റ് അടിച്ചിട്ടുള്ള ഹോം സ്റ്റേ. നല്ല ഭംഗിയുള്ള മലകളാട്ടോ ഫുള്ളും ചുറ്റും. തോന്നുന്നു കല്യാണം സെറ്റപ്പ് എന്താ തോന്നുന്നു. അപ്പം അങ്ങനെ നമ്മൾ കസോളിലെത്തിയിരിക്കുന്നു. കസോളിലോട്ട് ഇനി ഇവിടുന്ന് ഗ്രഹനിലോട്ട് പോകണം. ബസ് ഉണ്ടെന്നൊക്കെ പറയണേ, നോക്കട്ടെ, അറിയാൻ പാടില്ല. ഇനി ഇവിടെ പോയിട്ട് വേണം. ഇവിടെ 2 മണിക്കൂർ ഇവിടെയൊക്കെ നിൽക്കണം, കാരണം നല്ല കനത്ത മഴ വരെയുള്ള. പിന്നെ ബാക്കി കാര്യങ്ങൾ അറിയിക്കണം. അപ്പോൾ അങ്ങനെ മഴ പെയ്യലോടത്തി ഒരു കുള്ളമാമൻ പോകണുണ്ടോ, കുള്ളമാമൻ മഴയത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നു. ചെറിയ ചെറുക്കുന്നത് പൂവിട്ടാവൻ പോയി. അവിടെ ഒന്ന് മാറിയേ, ജാവ അടക്കുന്നൊക്കെ കേരളം ധരിക്കണോ. അടിച്ചു പോയിക്കണോ, ഫുള്ള് അടിച്ചു പോയിക്കണോ. കാർബേറ്റർ ഒന്നും ഇല്ല ഇതിന്. അതിൻ്റെ പോയാണ് നല്ല വ്യൂ കേട്ടോ ഈ സ്ഥലത്ത്. കസോൾ ഐസ്ക്രീം. മഴയൊക്കെ ഉണ്ട്, നല്ല തണുപ്പുണ്ട്. ബാഗൊന്ന് അവിടെ സൈഡാക്കി വെച്ചിരിക്കുകയാണ്. 2 തമിഴ് പയ്യന്മാരുണ്ട് ഇവരുടെ കൂടെ. 2 തമിഴ് പയ്യന്മാരുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് സൈഡാക്കി വെച്ചിരിക്കുകയാണ്. ഇവൻ്റെ തൊപ്പിയിലെന്തോ എംബ്രോയ്ഡറി വർക്ക് എന്തോ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം അതിനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. തണുപ്പ് കയറിയിട്ട മക്കളെ. കസോൾ പലരും വരാൻ ആഗ്രഹിക്കുന്ന സ്ഥലം, എന്നാൽ പലരും വന്നു പോയ സ്ഥലം. ഗൈസ് സ്റ്റാമ്പ് നോക്കാൻ വന്നാണ്. മച്ചാതെ സ്റ്റാമ്പ് തപ്പിക്കൊണ്ടിരിക്കുന്നു. അല്ലാതെ പറഞ്ഞാലേ ചെറുതായിട്ട് കസോളിനോട് അയച്ചു തരും. ഇവിടെ സ്റ്റിക്കർ എടുത്ത് കഴിഞ്ഞാൽ അവർ തയ്ച്ചു തരും, സ്റ്റിച്ച് ചെയ്ത് തരും. തൊപ്പിമേൽ ഡ്രസ്സിലാണെങ്കിലൊക്കെ. ഹിന്ദിക്കാരനോട് മലയാളം പറയുന്നു, പക്ഷെ ആൾക്ക് പിടി കിട്ടി. ചെക്കൻ്റെ ആക്ഷൻ കണ്ടിട്ട് പിടി കിട്ടിക്കണു. ഓരോരോ കഥാപാത്രങ്ങളെ. മനോഹരമായ സ്റ്റിച്ചിങ് നോക്കിയേ അവിടെ മൊത്തം. വേറെ ഒരുപാട് വർക്കുകളുണ്ട്. ഇതാ ഒരു ചേട്ടാ ഇത് വേറെ വർക്കിൽ അവൻ്റെ തൊപ്പിയിലുള്ള സ്റ്റിച്ച് ഇത് ചെയ്ത് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പം കഴിയും. ഹിമാചൽ ബീഡി. दो बीड़ी एक वेली, दो बीड़ी एक वेली. ഒന്ന് തല തിരിച്ച്. അത് ശരി. എടാ 2 ഒപ്പം വലിക്കുന്നു. ഒന്നും ആവത്തില്ല. മച്ചാൻ പൊളിയാണ്. ഒരെണ്ണം വലിച്ചു.
എന്നാ ഇരുത്താന്ന് പുകച്ചോണ്ട് വീട് തന്നെയാണ്. രണ്ട് കൈ കൊണ്ട് വലിച്ചു വിടുന്നു. മാജിക്. ആ മറ്റേ ഫ്രണ്ടിനാണ് വേറെ ആയിരിക്കില്ല ദോസ്തേ ബെടാ ദോസ്ത് ബീഡി കമ്പനി. അത് ഞങ്ങള് ഇവന്റെ തൊപ്പി മറ്റേ സ്റ്റിച്ച് കാണിച്ചേ. ആ സ്റ്റിച്ച് ചെയ്ത് ഇവന്റെ തൊപ്പിയിലൊരു കസോള് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഇറങ്ങാം ഗൈസ്. ഓ മഴ കനത്തു ഗൈസ്, മഴ കനത്തു. മഴ നല്ല പെയ്യുന്നുണ്ട് ഗൈസ്. അങ്ങനെ മഴ നിൽക്കാത്തതുകൊണ്ട് ജാക്കറ്റ് വാങ്ങിയേക്ക്, കോട്ട് വാങ്ങിയേക്ക്. മഴ ക്ലിയറായി. രണ്ടുപേരും തമിഴ്നാട്ടിലുള്ളവരാണ്. ഒരു ആയി കൊടുത്തറ ഗായ്സ്. അപ്പം ഗ്രഹൻ വില്ലേജിലേക്ക് പോവാണ്. റോഡൊക്കെ വളരെ മോശമാണെന്ന് പറയുന്നു. പോയി തന്നെ അറിയാം ഇനി മോശമാണോ മോശമല്ലേ എന്ന്. പിന്നെ നെറ്റ്വർക്കും ഇല്ല, കറണ്ടും ഇല്ല. അടിപൊളിയാണ് മൊത്തത്തിൽ. എങ്ങനെ സർവൈവ് ചെയ്യും, മഞ്ഞുമല കാണുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. ഇപ്പം ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് പൊറാട്ടയും ബീഫൊക്കെ കഴിക്കാനാണ്. ഇവിടെ മുടിഞ്ഞ റേറ്റാണ്. നല്ല ചോറും സാമ്പാറും നല്ല തൈരും നല്ല മാങ്ങച്ചാറും പപ്പടമൊക്കെ കൂട്ടി ഇങ്ങനെ കഴിക്കുക. ഇത് ടേസ്റ്റ് ആവില്ലേ? നാട്ടിൽ നിന്ന് വിട്ടേക്കാണ് ഇതിൻ്റെയൊക്കെ ഒരു വില അറിയുന്നത്. ഇതൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഫോണുമ്പോൾ കളിച്ചിരിക്കലും വന്ന് കഴിക്കണം മോനെന്ന് പറയുമ്പോൾ മനോട് പറയും ഒരു അഞ്ച് മിനിറ്റ് കുറച്ചുകൂടി കഴിയട്ടെ. എല്ലാവരും ഇല്ല പോലെയാണ് ഞാൻ പറയുന്നില്ല, പക്ഷെ ഞാനങ്ങനെയാണ്. ഒരു അഞ്ച് മിനിറ്റ് കയറി. ഇപ്പോൾ ഒരു 5 മിനിറ്റും ഇല്ല, 2 മിനിറ്റും ഇല്ല. അങ്ങനെ കഴിച്ചിട്ട് ഒരു മാസത്തിൻ്റെ അടുത്തായി. ട്രക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ 4 വരുമ്പോൾ. പക്ഷെ അവന്മാർ കസോളിന് അങ്ങോട്ട് റിട്ടേൺ തിരിച്ച് മണികരലോട്ട് റിട്ടേൺ തിരിച്ച്. അപ്പോൾ അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂട്ടത്തിലാകെ ഇന്ത്യ അറിയുന്നത് ഉള്ളൂ. ഇങ്ങനെ വായിക്കാനറിയില്ല, പറയാനും സംസാരിക്കാൻ മാത്രമേ അറിയുള്ളൂ. പാവം ദൈവം എല്ലാവർക്കും എല്ലാ കഴിവും കൊടുക്കൂലല്ലോ. എന്നെ പോലെ എനിക്കും ഇല്ല കേട്ടോ, എഴുതാൻ അറിയില്ലു. എന്നാലും നമ്മളിങ്ങനെ യാത്രകൾ ചെയ്യണം. അപ്പോൾ ഓരോന്നൊക്കെ ഇങ്ങനെ പഠിക്കും. അനപ്പുന്ന വഴി ഫുള്ള് കല്ലും മുട്ടി ചളിയും. അടിപൊളി സ്ഥലമാണ്. നല്ലൊരു എഴുത്ത് കണ്ട്, നോ ആൽക്കഹോൾക്ക്. പക്ഷെ എന്ത് പറയാനാ, ഒരുപാട് ടൂറിസ്റ്റ് വരും, ഒരുപാട് പേര് വരുന്നല്ലേ. അവിടെയൊക്കെ മലിനമായിട്ടിരിക്കും ചിലയിടത്തൊക്കെ. എല്ലായിടത്തും ഇല്ല കേട്ടോ, ചില ഭാഗങ്ങൾ. ഓക്കെ. ഓ ഇതിലേക്ക് ഇറങ്ങി കുളിച്ചാണ്ട് തണുത്തിപ്പം താറടക്കും. അത്രയും തണുപ്പായിരുന്നു. മഞ്ഞുരുകി വരുന്ന വെള്ളമാണ് ഇതൊക്കെ. ഓ എന്താ അതിമനോഹരമായ കാഴ്ചല്ലേ. ഇവിടുത്തെ കല്ലുകൾ നോക്ക്, സ്ലൈഡ് മാതിരി തിളങ്ങുന്നു. മാർബിള് ഗ്രാനൈറ്റ് എന്താ പറയാ, അതുപോലെയൊക്കെയുള്ള കല്ലുകൾ. കൊള്ളാട്ടോ, അടിപൊളിയാ. പോകുന്ന സ്ഥലവും നടക്കുന്ന പാതയും എല്ലാം അടിപൊളിയാ. പിന്നെ കൂടെ ഉള്ളവരാകുമ്പോൾ നമ്മളത് വൈബിളാകുമ്പോൾ ഒന്നും പറയാനില്ല, അതിലും ഭയങ്കര രസമാണ്. കണ്ടില്ലേ പാറമ്പുള്ള എഴുത്ത്, അതൊക്കെ വെറും വെറുതെയാണ്. കാരണം കണ്ടോ, ഇവിടെ വരുന്നവർ അത്രയും വൃത്തിഹീനമായിട്ടാണ് സ്ഥലങ്ങൾ സൂക്ഷിക്കുന്നത്. ആരും പ്രകൃതിയെ സംരക്ഷിക്കുന്നില്ല. കഴിക്കുന്നു, കുടിക്കുന്നു, വലിക്കുന്നു, പുകക്കുന്നു, എല്ലാം എന്തുകൊണ്ട്. എന്നാൽ അതൊക്കെ കഴിഞ്ഞാന്നൊന്ന് വൃത്തിയാക്കിയിട്ട് പൊക്കൂടെ? അത് ഒട്ടും ചെയ്യൂല. നമ്മളെവിടെ ചെന്നാലും എന്തൊക്കെ പരത്തി ഇട്ടാലും നമ്മളതൊരു കവറിലാക്കുന്നു, എന്നിട്ട് താഴെ കൊണ്ടുവരുന്നു. അത് വെയിറ്റ് കൊണ്ടുവരുന്നു. വെയിറ്റില്ലല്ലോ കൊണ്ടുവരാൻ. അപ്പോൾ നമ്മളത് കൊണ്ടുവരുന്നു. എന്നിട്ട് താഴെ ഇറങ്ങുമ്പോൾ താഴെയുള്ള എവിടെയാണ് ഒരു വേസ്റ്റ് പാക്കറ്റ് കാണുന്നത്, അതിൽ കൊണ്ടുപോയി ഇടല് ചെയ്യുക. നമ്മൾ കാരണം പ്രകൃതിക്കൊരു ദോഷം ഉണ്ടായിരുന്നു.
നമ്മളെ സൈഡ് നമ്മൾ ഓക്കെ ആയിരിക്കണം, എന്നിട്ട് വേണം മറ്റുള്ളവരോട് പറയാം. അതുകൊണ്ട് ഞാൻ പറയും, കാരണം എൻ്റെ സൈഡ് ഓക്കെയാണ്. ഇവിടെ എല്ലാം മലകളൊക്കെ ഇടിഞ്ഞ് ചാടി വന്ന് കിടക്കുന്നൊക്കെ. പോകുമ്പോൾ കാണുന്ന ഈ വഴി തിരിച്ചു വരുമ്പോൾ ഉണ്ടാവുമെന്ന് അറിയാൻ പാടില്ല, അതറിയില്ലട്ടോ. പോയി നോക്കട്ടെ. അധികം നനക്കാണ്ട് ഇതുവരെ എത്തിയതാ. അപ്പോൾ ഇതവിടെ വെള്ളക്കെട്ട് കണ്ടു. ഇപ്പം എന്തായാലും നനയല്ലേ പറ്റുള്ളൂ. പക്ഷെ നനയാണ്ട് പോകാൻ പറ്റുമെന്നോ നമ്മളെ ഒരിത്, നമ്മളെ കൊണ്ട് കഴിയും. നനയാതെ പോകാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. പറ്റുമായിരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ നനയാണ്ട് പോകാൻ പറ്റിക്കും. അയ്യോ, വീഴാതിരുന്നാൽ മതി, ബാക്കിയൊക്കെ ഓക്കെ. വീഴാണ്ടിരുന്ന ബാക്കിയൊക്കെ ഓക്കെയാണ് ഗായ്സ്. അങ്ങനെ മിഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ്. അവരും അതാ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഗായ്സ്. 2 വടിയൊക്കെ കുത്തി വരുന്നുണ്ട്, വള്ളത്തിൽ വീഴോ വീഴില്ല. കംപ്ലീറ്റ് ചെയ്തേ, നമ്മൾ ജയിച്ചു. നമ്മളെങ്ങോട്ടാ പോകുന്നത്? ഗ്രഹനിലോട്ട്. നമ്മളെത്ര പേരുണ്ട്? 3 പേര്. കല്ലുകളുടെ കളറൊക്കെ ഒക്കെ എന്ത് മീൻസാ നോക്കി, ഒരു പൊടി പോലും കിട്ടുന്നില്ല, ഇത്രയും സോഫ്റ്റ്. നല്ല കല്ലുകൾ. പോകുന്ന വഴി വളരെ മോശം. ഇനിയും ഇവിടുന്ന് ഒരു 3 മണിക്കൂർ ട്രക്ക് ചെയ്ത് പോകാനുണ്ട്. അപ്പോഴുള്ളൂ നമ്മൾ പറഞ്ഞ ഡെസ്റ്റിനേഷനിൽ എത്തുള്ളൂ. ഗ്രഹനിലോട്ട് 3 മണിക്കൂർ ട്രക്ക് ചെയ്ത് കയറാനുണ്ട്. അപ്പോൾ നമ്മൾ അത് ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലിഫ്റ്റ് കിട്ടുമെങ്കിൽ മാത്രമേ നമ്മൾ പോവുള്ളൂ, അല്ലാണ്ട് ഒരു പൈസ കൊടുത്ത് ടാക്സി കയറുക ആ പരിപാടിയില്ല. മുകളിൽ പണി നടക്കുന്നുണ്ട്. എന്താണ് സംഗതി എന്ന് അറിയാൻ പാടില്ല. പാറകളൊക്കെ പൊളിച്ചിടുന്നു. അത് എന്താണ് കാരണം എന്നറിയുന്നവരുണ്ടെങ്കിൽ പറയുന്നുണ്ടോ, ഇങ്ങനെ പാറകളൊന്നും പൊളിച്ചിടുന്നതും അതെന്തുകൊണ്ടാണെന്ന്. ഇവിടെ കണ്ടോ, ഒരു പഴയ കാലത്തെ പാലം, അത് മരപ്പാലം. എന്തിൻ്റെ ഉറപ്പിൻ്റെ മേലെ അതിൻ്റെ മേലെ കയറി പോലെ ഭയങ്കര റിസ്ക്കാണ്, കാരണം അറിയാൻ പാടില്ല. വെള്ളം കുടിക്കുക. അങ്ങനെ പോകുന്ന വഴിക്കൊരു പാലം കാണുന്നുണ്ട്. പാലൊക്കെ ക്രോസ് ചെയ്ത് വേണം പോകാൻ. നല്ല സ്ഥലം കേട്ടോ, അടിപൊളി. അവിടെ കുറേ ഷീറ്റ് ഇട്ടിട്ടുള്ള നമ്മുടെ പണിക്കാർ നിൽക്കുന്ന സ്ഥലം. ഇനിയുണ്ട് ഒരുപാട് നടക്കാനെന്ന് തോന്നുന്നു. ഇനിയുണ്ട് നടക്കാൻ. അതാകെ 3 ആൾ മാത്രമേ ഉള്ളൂ ട്രക്ക് ചെയ്ത് കയറണേ. ബാക്കിയുള്ളവരെല്ലാം ടാക്സി, അതേമാതിരി ഷെയർ ടാക്സി എടുത്തിട്ടാണ് പോണേ. പക്ഷെ നമ്മളൊക്കെ ഫണ്ടില്ല, അതുകൊണ്ട് നമ്മൾ ട്രക്ക് ചെയ്ത് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു. ഇനിയുണ്ട് ഒരുപാട് നടക്കാൻ, നടന്നുകൊണ്ടിരിക്കുക തന്നെ. നല്ല വ്യൂ നോക്കേ, നല്ല അരുവി. ഗ്രഹാൻ ഗൈസ്. ഓ, എല്ലാവരും ടയേർഡായിക്കണേ. ഓ, ഒരു ചെറിയ ചായയൊക്കെ കുടിച്ച് പോകാനുള്ള പ്ലാന്. ചായ ഉണ്ടാക്കണം, കുടിക്കണം, എന്നിട്ട് പോകണം. കുറച്ച് പ്ലാനിങ് ഉണ്ട്. ഓ, നല്ല അടിപൊളി സ്ഥലമാട്ടാ. ഗായ്സ്,
അങ്ങനെ നമുക്ക് ചായ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ ചായ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ കൂട്ടുകാരൻ എടുക്കാൻ പോയി, നല്ല വെള്ളം കൊണ്ട് വരണം. ഇനി ചായ ഉണ്ടാക്കണം. ഗ്യാസ് വെച്ചിട്ടുണ്ട്. ഗ്യാസൊക്കെ കത്തിച്ച് ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച് നമ്മൾ യാത്ര തുടരുന്നതാണ്. തുടരുന്ന യാത്രകൾ വളരെ മനോഹരമാണ്. അത് നമ്മൾ കാണാത്ത കാഴ്ചകൾ കാണുന്നു. പിന്നെ അതുപോലെ ഒരിക്കലും വീണ്ടും കാണില്ല എന്നുറപ്പുള്ള ഒരുപാട് വ്യക്തികളെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നു അപ്രതീക്ഷിതമായി. പിന്നെ നമ്മളറിയാതെ തന്നെ നമ്മൾക്ക് ഒരുപാട് ബന്ധങ്ങൾ കിട്ടുന്നു, നല്ല നല്ല കോണ്ടാക്റ്റുകൾ കിട്ടുന്നു. സ്ഥലമൊക്കെ നോക്കി ഇടിഞ്ഞ താഴത്ത് പോയി. എന്തൊരു സുന്ദരമാണ്, നല്ല സ്ഥലം, അടിപൊളി. ടെൻ്റ് അടിക്കാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷെ നമുക്കിതൊന്നും സേഫ് അല്ല എന്ന് തോന്നുന്നതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഗ്രഹനിലോട്ട് എത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ 3 മണിക്കൂറിൻ്റെ ട്രക്കിംഗ് ഉണ്ട്. അതിലിപ്പോൾ ഏകദേശം കുറച്ചൊക്കെ നടന്ന്. സത്യം പറയാലോ റേഞ്ചില്ല, ആർക്കും മെസ്സേജ് പോകണില്ല. വീട്ടിൽ വിളിച്ചിട്ട് കോള് പോലും പോകുന്നില്ല. ആകെ പണ്ടാകെ അടങ്ങിയിരിക്കുകയാണ്. പക്ഷെ അതൊന്നും പ്രശ്നമില്ല. നമ്മൾ നല്ല കുടിച്ച് ചായ ഉണ്ടാക്കുകയാണ്. ഇതൊക്കെ തണുത്ത് വറക്കലോടി. ഇതുവരെ ചൂടെടുത്തിട്ടാണ് വന്നിരുന്നു 4-5 ഇപ്പോൾ കൂരിടേണ്ടി വന്ന് തണുത്തിട്ട്. അങ്ങനെ ചായ ഉണ്ടാക്കി കഴിഞ്ഞു. ചായ കുടിക്കണം. ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുള്ള ചായ തൊണ്ടക്ക് നല്ലതെന്നൊക്കെ മച്ചാൻ പറയുന്നു. ഇനി കുടിച്ചാൽ നോക്കട്ടെ. ഇനി ഇവിടെ കെട്ടായി കിറങ്ങി കിടക്കുമോ അതോ ഇപ്പോൾ വന്ന വഴിയൊക്കെ നേരെ തിരിച്ച് ഇറങ്ങേണ്ടി വരുമോ, മേപ്പോട്ട് തന്നെ കയറേണ്ടി വരുമോ നമുക്കറിയാം. മൂട് സാധനമാണ്, നല്ല തണുപ്പത്ത്. അതെ അതെ, മച്ചാൻ്റെ റെക്കമെൻഡേഷനാണ്. അപ്പോൾ എല്ലാവരും ചായ ഉണ്ടാക്കുമ്പോൾ അതെ അതെ ആ കോണ്ടാക്ട് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തേ. കോണ്ടാക്ട് നമ്പർ 005522. ചായക്കടക്കാരൻ ബാബു, അവിടെ ചോദിച്ചാൽ മതി. വലിയ ചായക്കടയത്തെ മലയാളിയാണ്. അത് കോട്ടവാസിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ജോഷി അണ്ണൻ്റെ ചായ സൂപ്പറാ. ജോഷി അണ്ണൻ്റെ ചായ കൊള്ളാം, നൈസായിട്ടുണ്ട്. കൊട്ടാരക്കരയില്ല, കോട്ടവാസൽ. ഉച്ചത്തല അപ്പോൾ വീണ്ടും ട്രക്കിങ് തുടരുകയാണ്. ചായ ഉണ്ടാക്കലും ചായ കുടിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇതാ മച്ചന്മാരൊക്കെ റെഡിയായി. ഒക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യണം. അപ്പോൾ ഞാനും ഒന്ന് സ്ട്രെച്ച് ചെയ്യട്ടെ, എന്നിട്ട് പോവണം ഗൈസ്. ഓക്കെ ബൈ. മസിലൊക്കെ പോയിടാം ഗൈസ്. അപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കി ചായ കുടിച്ചു. എല്ലാവരും ഇറങ്ങുകയാണ്. പിന്നെ പോട്ട് കയറണം ഗൈസ്. വീണ്ടും മഞ്ഞുമലയിലോട്ടുള്ള യാത്ര. ഇതാ മഞ്ഞുമല കാണുന്നു ഗൈസ്. നിങ്ങൾ കാണുന്നുണ്ടോ? എന്നാൽ ഞാൻ കാണുന്നുണ്ട്. അങ്ങോട്ട് എത്തുക എന്നുള്ളതാണ് ഞങ്ങളെ ടാർഗറ്റ്. നമ്മളെ ടാർഗറ്റ് അച്ചീവ് ചെയ്യില്ലേ? എന്തായാലും ഇത്തവണ വന്നു. ഇനി മഞ്ഞ് കാണാണ്ട് ഒരു മടക്കല്ല. അതിന് എത്ര റിസ്ക് എടുത്താലും. ഷോർട്ട് കട്ട് എന്നും നമ്മളൊരു വീക്ക്നെസ്സാ. വളഞ്ഞു പോകണം അങ്ങോട്ട്. അതുകൊണ്ട് നമ്മൾ ഷോർട്ട് കട്ട് എടുത്ത് അയ്യോ ഒരുപാട് വളഞ്ഞ് തിരിയാണ്ട്. അതുകൊണ്ട് ഷോർട്ട് കട്ട് എടുത്തു. പക്ഷേ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ചിലരുടെയൊക്കെ സ്വപ്നം മാത്രമാണ്. ഇറങ്ങിത്തിരിക്കാത്ത സ്വപ്നം. ഇനിയെങ്കിലും നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിന്ന് എണീക്ക്. എന്നിട്ട് ഇതുപോലെയുള്ള സ്ഥലങ്ങളിലോട്ട് നിങ്ങൾ വാ. നമുക്കൊന്നിച്ച് യാത്ര ചെയ്യാം. അതിമനോഹരമായ കാഴ്ചകൾ കാണാം. എൻ്റെ ഒപ്പം കൂടിയ പൈസക്ക് ചിലവില്ല, അത് വേറെ കാര്യം. ചെറിയൊരു എമൗണ്ട് കജിലച്ചായി. ബാക്കിയൊക്കെ നമുക്ക് കൂടെയുള്ളവരും അതേമാതിരി പ്രകൃതിയും ഒരുക്കി തരും. ഒന്ന് ഇടറിയാൽ പോകുന്ന കല്ലുമ്മയാണ് ഞാൻ ഇപ്പോൾ ചോട്ടി നിൽക്കുന്നത്.
ഉറപ്പില്ല നിൽക്കുമോ നിൽക്കൂലേ. എന്നാൽ എൻ്റെ പുറകിൽ ഏതൊരുത്ത് വരുന്നത് സാഹസികമായ യാത്രകൾ അതൊന്നും നമ്മളെ ലിസ്റ്റിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ചിലപ്പോൾ വീണു വരും, വീണില്ലെന്നും വരും, നമുക്ക് എത്തേണ്ട സ്ഥലത്തേക്ക് എത്തിയെന്നും വരും, എത്തിയില്ല എന്നും വരും. ഓക്കെ, ഇനി ഒരുപാട് നടക്കാനുണ്ട് മുന്നോട്ടുള്ള വഴി. കാണുന്നു നെറ്റ്വർക്ക് പോലും വർക്ക് ചെയ്യുന്നില്ല, റേഞ്ചും ഇല്ല, സിഗ്നൽ കിട്ടുന്നില്ല, ആകെ മൂഞ്ചി കുത്തിരിക്കുകയാണ്. ഓ നല്ല അരുവി. വഴി ചോദിക്കാൻ അങ്ങ് ദൂരെ നിന്നൊരു മനുഷ്യനെ കാണുന്നുണ്ട്. ആളിങ്ങോട്ട് എത്തിയാലേ വഴി ചോദിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സോറി ആളടുത്തേക്ക് ഞങ്ങളെത്തിയാലേ വഴി എത്തി ചോദിക്കാൻ പറ്റുള്ളൂ. വരുന്നു ആ വ്യക്തി. ഇനി എത്ര കിലോമീറ്റർ നടക്കാനുണ്ടെന്ന് അറിയാൻ പാടില്ല, കാരണം നമ്മൾ നേരം 1 മണിക്ക് കൊടുത്തിയ നടത്താണ്. ഇപ്പോൾ സമയം 4 മണിയായി, ഇതുവരെയായിട്ട് നമുക്ക് റീച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇനി എത്ര നടക്കാണ്ടെന്ന് അറിയാം ഗ്യാസ്. ഇനിയൊരു 1.5 മണിക്കൂറുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നടക്കുക തന്നെ വേണം, അല്ലാണ്ട് ഈ ടെൻ്റ് അടിക്കാൻ യാതൊരു പാവില്ല. കാരണം ഇവിടുത്തെ മലയൊക്കെ എപ്പോൾ ഇടിഞ്ഞ് ചാടുന്നു യാതൊരു ഗ്യാരണ്ടി ഇല്ല, പറയാൻ പറ്റില്ല. ഒരു മഴ ചെയ്ത് കഴിഞ്ഞാൽ ചാടാവുന്ന അത്ര ഉറപ്പുള്ളതെന്ന് തോന്നുന്നു. പലയിടത്തും മലകൾ ഇടിഞ്ഞ് ചാടി കിടക്കുന്നത് കാണാനുണ്ട്. അതുപോലെ തന്നെ മുന്നോട്ട് നോക്കുമ്പോൾ ആ കാഴ്ച കാണുമ്പോഴാണ് നമുക്ക് സന്തോഷം. വീണ്ടും അതിൻ്റെ അടുത്തോട്ട് എത്തിയല്ലോ എന്നാലേ അവന്മാർ ടയർഡായി. നല്ല അരുവി. അപ്പുറത്തൊരു കട കാണുന്നുണ്ട്. ഇന്ന് മലമുകൾക്കിടയിലൊക്കെ കട കൊടു നിൽക്കുന്നവരെ സമ്മതിക്കണം കേട്ടോ. അടിയിൽ നിന്ന് സാധനങ്ങൾ ഇവിടെ വരെ എത്തിക്കണം. എന്താല്ലേ അടിപൊളി തന്നെ ഏതായാലും. അങ്ങനെതാ ഒരു ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ അരുവിന്ന് ഇങ്ങനെ സ്ഥലത്ത് റീച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ മുകളിലോട്ടുണ്ട്. മുകളിലെ പീടിയാണ് സാധനം വാങ്ങി 10 റുപ്യയുടെ സ്നിക്കേഴ്സ്, പക്ഷേ 20 റുപ്യാണ്. അവർ ഇത്ര 80 തീരണല്ലേ, ഇങ്ങോട്ട് എത്തിക്കുന്നതല്ലേ, അധികം കസ്റ്റമർ ഇല്ലാത്തതല്ലേ. ഇപ്പോൾ 20 റുപ്യ അത്ര വലിയ കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ, വെർത്താണ്. ഇത്ര ബുദ്ധിമുട്ട് ഇങ്ങോട്ട് എത്തിക്കണ്ടല്ലേ. അങ്ങനെ ഇങ്ങോട്ട് എത്തിക്കണതിൻ്റെ റിസ്ക്കും അതിൻ്റെ ചിലവുണ്ട്. അപ്പോൾ 20 റുപ്യ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. പ്ലസ് എടുത്തത് ഭയങ്കര മുതലാവൂട്ടോ, കാരണം ഫുള്ള് അഡ്വഞ്ചർ റോഡാണ്, വഴിയാണ്. എക്സ്പ്ലോറേഴ്സ് അടുത്ത് അടിപൊളിയും. നമ്മൾ ഈ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി കുറച്ച് 5 മിനിറ്റ് ഇരുന്ന് ഇതാ വീണ്ടും ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും മുന്നോട്ട് 2.5 കിലോമീറ്റർ ഉണ്ടെന്ന് തന്നെ പറഞ്ഞത്. പോയോക്കട്ടെ, എന്താവോ എന്തോ. ഒരുത്തന് ചോറും സാമ്പാറും വേണം, മറ്റൊരുത്തന് പൊറാട്ടയും ബീഫും വേണം. ഇക്കെല്ലാം വേണം, പക്ഷെ ഇപ്പോൾ വേറെ നിവൃത്തിയില്ല. പറഞ്ഞുകൊണ്ട് നടന്നിട്ടോ അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ടോ കാര്യമില്ല. നമുക്ക് കയറാൻ കുന്നും മലകളുമാണ്, അത് നമ്മൾ കയറിയേ പറ്റുള്ളൂ. അതുകൊണ്ട് അത് കയറുക, വേറെ വഴിയില്ല ഇപ്പോൾ. അതൊക്കെ ഇനി നാട്ടിലെത്തിയിട്ട് ഇനി ഏത് സമയത്ത് നാട്ടിലെത്തുമോ എന്ന് അറിയാൻ പാടില്ല. എന്ന് തിരിക്കണോ ഒരു ലക്ഷ്യമില്ല, ലക്ഷ്യമില്ലാണ്ട് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നു. ആകെയുള്ള ലക്ഷ്യം യാത്രകൾ ചെയ്യണം എന്ന് മാത്രമാണ് മൈൻഡിൽ ഇപ്പോൾ. ഇനിയും മുന്നോട്ട് 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 നടന്നുകൊണ്ടിരിക്കുന്നു ഗൈസ്. അങ്ങനെ ട്രക്ക് ചെയ്ത് ഈ ചെറിയ മല കയറി ഇനി ഇതും കയറണം ഗൈസ്. നമ്മൾ കയറും, നമ്മൾ തളരാൻ പാടില്ല. നമ്മൾ തളർന്നാൽ എല്ലാം ഉപേക്ഷിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ തളരാൻ പാടില്ല. പക്ഷേ ഇത് കുറച്ച് സാഹസികമാണ്, ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മൾ ഗ്രിപ്പ് ഉണ്ടാക്കണം, എന്നിട്ട് കയറണം.
ഇത് ആ ഒരു തന്നെ അവിടെ എത്തി. വീഡിയോ എടുക്കൽ ഒറ്റ കൈ കൊണ്ട് കയറലും പണ്ടാറോ. വഴിയെല്ലാം വളരെ ഡേഞ്ചർ വഴികളാണ് കണ്ടോ. മരങ്ങളൊക്കെ വീണു, കല്ലുകളൊക്കെ ഒടിഞ്ഞു. അവിടെ നിന്നെല്ലാം വലിച്ചിറങ്ങി ഇങ്ങനെ ചെന്ന് 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 ആ അരുവിയിലോട്ട് എത്തുന്നു. ഇനിയുണ്ട് നടക്കാൻ. ഇന്നത്തെ ട്രക്ക് ഞങ്ങൾ 3 നാൾ മാത്രമേ ഉള്ളൂ. കാരണം ഇവർ പുതിയതാണ്. എല്ലാ ദിവസവും എൻ്റെ ഓരോ ട്രക്കിങ്. ഇനി എന്തായാലും ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷം പ്രോപ്പറായിട്ട് 2 ദിവസം റെസ്റ്റ് എടുക്കണം. അടുത്തോട്ട് കയറേണ്ടത് ഇതാണ്. പീക്കൊക്കെ എത്തണം, അങ്ങറ്റത്തൊക്കെ എത്തണം തുടങ്ങി. അപ്പോൾ പിന്നെ ഞാൻ വെറുതെ ഇരിക്കുന്നത് ശരിയല്ലല്ലോ. ഞാനും പോട്ടെ. വഴികൾ നമ്മളുണ്ടാക്കണം. സ്റ്റിക്കർ കുടുങ്ങുന്നു. അതിസാഹസമായ യാത്രകൾ എൻ്റെ ലൈഫിലൊക്കെ ഞാൻ ആദ്യമായിട്ട് എങ്ങനെ പോണേ. ഇത്രത്തോളം നടക്കുന്നു, ഇത്രത്തോളം കുന്നും മലയും കയറുന്നു. ഞാൻ എൻ്റെ നാട്ടിൽ ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ വല്ല പണിക്കും പോയായിരുന്നു. ഇതൊന്നും കാണൂലായിരുന്നു, അല്ലെങ്കിൽ ഇതൊന്നും കയറൂലായിരുന്നു. മഞ്ഞപ്പോഴെങ്കിലും പൈസ ഉണ്ടാക്കിയിട്ട് കാശ്മീർ പോയി കണ്ടായിരുന്നു. പക്ഷേ ഉറുപ്പ്യ കൊടുക്കാണ്ട് മഞ്ഞ് കാണാൻ പറ്റുക പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഒരുപാട് നടക്കണ്ട്. അയ്യോ, വാ മച്ചാ, കയറി വാ. ഇവിടുത്തെ അടുത്തി. അയ്യോ, കയറിക്കൊണ്ടിരിക്കുന്ന ഒന്നും പറയാ. വഴി നമ്മൾ കണ്ടുപിടിക്കുന്ന വഴിയാണ്. അത് എത്രത്തോളം നമ്മൾ എടുത്തെത്തിക്കുമോ അതായിരിക്കും നമ്മളെ ഏറ്റവും അടിപൊളി വഴി. ചെറിയ പോണു ഗൈസ്, സ്കിഡാവുന്നുണ്ട്. സ്കിഡായി പോണു കഴിഞ്ഞാൽ സീനാണ്. പിടിക്കാൻ പോലും ഇതാണ് അഡ്വഞ്ചർ. അയ്യോ, വാണം വെച്ച് ചവിട്ടുന്നല്ല, ചവിട്ടുമ്പോൾ ഗ്രിപ്പിട്ടാണ്ട് പോണതാ. പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണ്, ഇവിടുത്തെ വഴികൾ ഇങ്ങനെയാണ്, കയറിയേ പറ്റുള്ളൂ. നമ്മളേതായാലും വേറെ വഴി കണ്ടുപിടിച്ചിട്ടുണ്ട് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കാണ്. കാരണം അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഓണ് സീനാണ്. കാരണം ഗ്രിപ്പ് കിട്ടുന്നില്ല കേസ്. ചോട്ടി നോക്കിയിട്ട് വേണം കയറാൻ. സീനാണ് ഗൈസ്, ഒന്നും പറയല്ല. വളരെ ഡേഞ്ചറാണ്. എന്നാലും നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തണം എന്നുണ്ടെങ്കിൽ ഇതും ഇതിനപ്പുറവും ചാടിക്കിടക്കേണ്ടി വരും. പെട്ടു ലോക്കാണ് ഗൈസ്, ഇവിടെ മൊത്തം ലോക്കാണ്. ഞാൻ കയറാൻ നോക്കട്ടെ, ബാക്കി മുകളിലെത്തി വീഡിയോ എടുക്കാം. വളരെ ഡേഞ്ചറാണ്. നിൽക്കുന്ന നിൽപ്പോക്ക് ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ പോയി.
ഈ ചെറിയ ഗ്രിപ്പിലാണ് നിൽക്കുന്നത്, അതും ചരല്. ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ താഴോട്ട് പോകും, ഒരു രക്ഷയില്ല. എങ്ങനെയെങ്കിലും മുകളിലോട്ട് അവന്മാരിത് മുകളിലോട്ട് എത്തിയിട്ടുണ്ട്. എനിക്കുള്ള വഴി ഇതാണ്. അങ്ങനെ ഞാനും കയറി. വയങ്ങി എന്നാലും നമുക്ക് ഇനിയും മുന്നോട്ട് പോകാണ്ട്. വാടാ. അങ്ങനെ കൊടുക്കാൻ വണ്ടി കിട്ടി. അയ്യോ, വണ്ടി വളരെ ഡേഞ്ചറാണ്. ഓ മച്ചാമാരെ, നമുക്ക് വണ്ടി അഡ്വഞ്ചർ മോഡ്, ഫ്രീ ട്രക്കിങ്, അതും ട്രക്കില്. അയ്യോ ഗായ്സ്, എന്താ പിടിച്ചാൻ കിട്ടുന്നില്ല. ഓ ഗായ്സ്, ഒരു സാധനം കളിച്ചാ. എന്റെ മോനെ പുള്ളി, വണ്ടി കിട്ടി ഗായ്സ്. നിങ്ങളിത് കാണുന്നുണ്ടോ? എന്താ അതിമനോഹരമായ കാഴ്ചയാണ്. ഓ ഫുള്ള് കോടകൾ നിറഞ്ഞിരിക്കുന്നു ഗായ്സ്. അയ്യോ, അതിലും മനോഹരമാണ് വണ്ടിയിലുള്ള ട്രക്കിങ്. വണ്ടിയിലുള്ള ട്രക്കിങ് നടന്നാൽ മതിയായിരുന്നു എന്ന് തോന്നി പോവും. ആകെ 1.5 കിലോമീറ്ററോളം നടക്ക വണ്ടി. അയ്യോ, ഗ്രിപ്പ് കിട്ടുന്നില്ല ഗായ്സ്. താളത്തിനൊത്ത് തുള്ളണം, ഇല്ലെങ്കിൽ നടക്കില്ല. ഇത് കണ്ടോ, എന്താ അതിമനോഹരമായ കാഴ്ച. വാവ്, ചെമ്മരിയാടും കൂട്ടും. വാട്ട് എ നൈസ് ബ്യൂട്ടി. അതിലും ബ്യൂട്ടിയാണ് ട്രക്ക്. ഇപ്പൊ കറക്റ്റ് മറ്റേ എവിടെ ആഫ്രിക്കയില് പോയ മാതിരിയായിക്കോളൂ. ട്രക്കിലൊക്കെ കയറി ഫുള്ള് മൂട്. പിടിച്ചു നിൽക്കണം. പിടിച്ച് നിന്നില്ലെങ്കിൽ ഡേഞ്ചറാണ്. കാരണം അതുപോലെയുള്ള വഴികളാണ് മുന്നിൽ മൊത്തം. അതുപോലെയുള്ള വഴികൾ. ഓ, വഴി ഉണ്ടില്ല അത്രയും. ഉൻ്റെ മോനെ ഗായ്സ്, ഒന്നും മറിഞ്ഞാൽ തിരുവിട്ട അവിടെ എല്ലാം. ഓ, വളരെ പാടാണ്. കയ്യിൽ നിന്ന് ഫോണ് പോകാനൊക്കെ സാധ്യത ഉണ്ട്. പക്ഷെ ഞാൻ മാക്സിമം മുറുക്കി പിടിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ കാണും എന്നുള്ള പ്രതീക്ഷയിൽ മാത്രമാണ് ഞാൻ ഇത്രയും റിസ്ക് എടുത്തിട്ട് വീഡിയോ എടുക്കുന്നത്. ആറ്റ നോക്കി വാങ്ങിയ ഫോണാണ്. ഇത് പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. മച്ചന്മാര് ഹാപ്പി അല്ലേ? വളരെ ഹാപ്പിയാണ്. നോക്ക് യോ മോനെ, എന്ത് ഭംഗിയാടാ കാണാന്. കണ്ണുകൾ നിറയുന്നു. അതിമനോഹരമായ കാഴ്ച. ഇനി അതിലും മനോഹരമായ കാഴ്ചകൾ കാണാൻ വേണ്ടിയുള്ള പോക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കൊക്കയൊക്കെ ചാടും. അയ്യോ, പോലെ എടുക്കണ്ടോ. ഇതിന്റെ ഇടയിലേക്ക് വേറെ വണ്ടി ഓപ്പോസിറ്റ് വന്ന് എന്ത് ചെയ്യണോ? എന്ത് ചെയ്യും? ഞങ്ങളിങ്ങനെ വരുമ്പോ ഒരുപാട് വണ്ടികൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു വണ്ടി ഓപ്പോസിറ്റ് വന്നാൽ എന്ത് ചെയ്യും? സത്യമായിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. പിടിച്ചത് എന്നോ ഇല്ലെങ്കിൽ പുഴ പോകണം. തണുപ്പ് അടിച്ച് കയറുന്നു. കയ്യൊക്കെ മരയിച്ച് പിടിച്ചാൻ പറ്റുന്നില്ല. ഇത്ര സാഹസികമായ യാത്രകൾ എവിടെ കിട്ടും? അയ്യോ, ഒന്നും കിടിലോസ്കി ഇതൊന്നും പറയാല്ലോ വെച്ചാലേ. ജാക്കറ്റ് ഏത് നേരത്തെ ഊരാൻ തോന്നിയെന്ന് അറിയില്ല. തണുത്ത് പൊണ്ടാറടങ്ങുന്നു. ഇപ്പത്തെ അവസ്ഥയിൽ ഇടാനും പറ്റത്തില്ല. ഇട്ട് കഴിഞ്ഞാൽ ഞാനോ ഫോണോ നിലത്ത് കിടക്കും. ആണ്ടില് അടിപൊളി. കേറ് പശു
ഇപ്പൊ പോയിരുന്നു. അതിന്റെ വയറൊക്കെ തട്ടി മുറച്ചിട്ട് പോന്നു. ഇപ്പം കണ്ടറിഞ്ഞ് മാറി നിൽക്കുന്നുണ്ട്. ഹായ്, എന്തൊരു സ്നേഹം. ഹായ്, അതാ ഒരു ദീപിക പോണു. നമ്മൾ തേടിയെത്തിയ വില്ലേജിലോട്ട് നമ്മളിത് കടന്നുകൊണ്ടിരിക്കുന്നു ഗൈസ്. ദീദി ടാറ്റാ. ദീദി ടാറ്റ തരാനുള്ള മൂടിലൊന്നല്ല. കൊക്കടാ, കൊക്ക 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 കൊക്കാന്ന് പറയല്ലേ ഗൈസ്, കിടില. ഫുള്ള് കോടയാൽ നിറഞ്ഞിരിക്കുന്നു. അയ്യോ, ഫുള്ള് ട്രക്കും. ഇതിന്റെ മുകളിലൊക്കെ ഇത് കൂടുന്ന വെച്ചിട്ട് എന്ത് കാട്ടാനാണ് വലിയ തേങ്ങ മൂട്. ഇതൊക്കെ കേറേണ്ടി വരുന്നത് നമ്മളല്ലേ. അടിപൊളിയായിട്ടുണ്ട്. എന്നിട്ട് കേറാൻ വഴി മൊത്തം സീന്. ഫുള്ള് അഡ്വഞ്ചർ മൂഡ്. ചേരലൊക്കെ നിൽക്കുന്നു. ഒറ്റക്കൈ കൊണ്ട് പിടിച്ചിക്കാൻ പറ്റുമോ? എന്റെ നിറം ഒറ്റക്കൈ കൊണ്ട് പിടിച്ചിക്കാൻ പറ്റുമോ? കിട്ടുമോ? പിടിച്ചിക്കാൻ കിട്ടുമോ? ആ, എത്തി ഗൈസ്. നോക്ക് അതിനൊടുക്കാം. നമ്മള് സ്ഥലത്തെത്തിനുണ്ട്. ഇനി എത്ര നടക്കാണ്ടെന്ന് അറിയാൻ പാടില്ല. പക്ഷെ നമ്മള് നടന്നുകൊണ്ടിരിക്കണം. ഇനി എത്ര നടക്കാണ്ടെന്ന് അറിയാൻ പാടില്ല. അവിടെ കുറേ 2-3 കുതിരകൾ നിൽക്കുന്നുണ്ട്. നമുക്കൊരു ടെൻ്റ് അടിക്കാൻ പറ്റിയ സ്ഥലം നമ്മൾ കണ്ടെത്തേണ്ടതാണ്. അപ്പം വല്ല ടീച്ചറുടെ തേങ്ങ ബാഗ് ഇരിങ്ങിയിട്ട് കയ്യൊക്കെ എനിക്കുന്നു കോപ്പ്. അതിന് ഡിക്കി ക്ലോസ് ചെയ്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. ഇനി എത്ര നടക്കാണ്ടെന്ന് അറിയാൻ പാടില്ല. പോകുന്ന വഴി മൊത്തം ചാണകം, കുതിര ചാണകം. പക്ഷെ ഇവിടുന്ന് കണ്ടുള്ള വ്യൂ കിടിലം. ഫുള്ള് കോടയാൽ നിറഞ്ഞിരിക്കുന്നത് ഗൈസ്. അങ്ങനെ ഗ്രഹണിലെ വില്ലേജിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഫുള്ള് ചാണകമാണ്, പക്ഷെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തത് ഫുള്ളും കോടയും ഗൈസ്. അടിയിൽ ടെൻ്റ് അടിക്കാൻ പാടില്ല. ഊപ്പർ കയറണമെന്ന് മേലോട്ട് പോവുക. എൻ്റെ മോനെ കോടയിൽ ടെൻ്റ് അടിച്ച് കിണ്ടിയോ കൂട്ടാ. ഉള്ളത് അറിയാലോ, കോടയിൽ ടെൻ്റ് അടിച്ചിട്ട് കിണ്ടിയോ സീനാവേ. കിടില സ്പോട്ട്. ടെൻ്റ് അടിക്കാൻ കിട്ടിയ സ്ഥലം അത് സ്കൂളിൽ തൊട്ടപ്പുറത്തെ ബാത്റൂം എല്ലാം സീനാണ്. മച്ചാനത് കയറി വേറെ സ്ഥലം ഉണ്ടോ നോക്കാൻ പോകുന്നു. ഇതൊക്കെയാണ് വില്ലേജ്. എന്നെ ഫുള്ള് കോടല മച്ചാനെ. ഫുള്ള് സീന്. എന്ത് പറയാനാ, ഫുള്ള് സീന്. ഇവിടൊക്കെ ഇരുന്ന് നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കി ചായ ഒക്കെ കുടിക്കുന്ന ഫീല് സുഖം കയറുന്നു ഇപ്പം ആലോചിക്കുമ്പോ. അപ്പോൾ അടിക്കുള്ള പരിപാടിയിലാണ്. ടെൻറ്റ് എടുത്ത് എന്താ ഒരു ടെൻ്റ് അടിച്ചാൽ തുടത്തി നിൻ്റെ അടിക്കണം ഗായ്സ്. നല്ല വ്യൂ. ഇനി മോർണിംഗ് നീച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന വ്യൂ എങ്ങനെ പറയേണ്ടില്ല. ചിലപ്പോൾ രാത്രി തണുത്ത് പണ്ടടങ്ങേണ്ടി വരും ഗായ്സ്. അങ്ങനെ ഇവിടെ ഭയങ്കര തണുപ്പാണ്. തണുപ്പ് കാരണം എനിക്ക് വീണ്ടും ജാക്കറ്റ് ഉണ്ട്. കണ്ട് നൂഡിൽസ് ഉണ്ടാക്കണേ. ഉമ്മമാരൊക്കെ ഷൂ ഇപ്പോൾ അയച്ചിട്ടില്ല. എൻ്റെ സോക്സ് സ്മെല്ലടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് സോക്സ് അയച്ചിടേണ്ടി വന്നു. ഈ തറയിൽ തണുത്ത് പണ്ടാറടങ്ങിയിട്ട് നിൽക്കാണ്. എന്ത് സ്പൂണാ? സ്പൂണില്ല വെച്ചോ, പണ്ടാറടങ്ങിയിരിക്കാണ്. സീന്. അങ്ങനെ നൂഡിൽസൊക്കെ റെഡിയായി. ഒരു സ്കൂളിൽ ടെൻ്റ് അടിക്കാനുള്ള വകുപ്പ് കിട്ടിയിട്ടുണ്ട്. അത് ടെൻ്റൊക്കെ അടിച്ച് ഇങ്ങനെ ഇരിക്കുന്നത്. ടെൻ്റ് ഫുള്ള് സെറ്റാട്ടാ. 3 ആൾക്ക് കിടക്കാനുള്ള സ്പേസ് ഉണ്ട്. ചെയ്യാനായി ഇതുവരെ സ്റ്റിക്ക് പിടിക്കേണ്ട രീതി പിടിയിട്ടിട്ടില്ല.
ഏകദേശം കിട്ടിയെന്നൊക്കെ തോന്നുന്നു. ആ കിട്ടുന്നുണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരുത്തൻ തണുപ്പ് തട്ട് പറഞ്ഞിട്ട് 3 സോക്സ്, അതിന്റെ പുറമെ ഒരു കവറ്, എന്നിട്ട് ചൂടുന്ന്. എടാ നീയൊക്കെ എങ്ങനെയാടാ സർവൈവ് ചെയ്യാ തണുപ്പത്ത്? നീയാണ് ഐസ് മലയെ പോയിട്ട് കടന്നുകാണ്ട് ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറയണേ. നീ ഏതാ കയറുന്ന അന്നപൂർണേ? നീയേ ഞാൻ എന്ത് ഈ താഴത്ത് കറങ്ങാൻ കഴിഞ്ഞപ്പോ ബൂട്ട് ഏതോ ശിവകാശിന്ന് കൊടുന്ന ഒരു തമിഴ് കവറ്. എടാ നീയൊക്കെ ഇങ്ങനെയാണ് ജീവിക്ക. എടാ നീയൊക്കെ കോട കണ്ടു കഴിഞ്ഞാല് ചിലപ്പോ മുള്ളുവല്ലോ. മഞ്ഞുമലക്ക് എല്ലാരെ കൊണ്ടും കയറാൻ പറ്റും. പക്ഷേ അതിനു വേണ്ടി 3 സോക്സും ഒരു കവറ് അതിന്റെ മേലെ. ഇത് നിങ്ങളെ കൊണ്ട് ആരെ കൊണ്ടും പറ്റുമോ? വെല്ലുവിളിക്കാണ് ഗായ്സ്. ഞാൻ വെല്ലുവിളിക്കളെ കൊണ്ട് ആരെ കൊണ്ടും ഇങ്ങനെ പറ്റുമോ? കേറാനുള്ള മോഹം കൊണ്ട് 3 ജോഡി സോക്സ് വാങ്ങിക്കൂടും. എന്നിട്ട് 3 ഒന്നിച്ച് കയറ്റിക്കണ്. എടാ തണുക്കടോന്ന് പറഞ്ഞാൽ വീണ്ടും കവറ് കയറ്റിക്കണ്. വള്ളം തട്ടായിരിക്കാണ് സോക്സേ. നീയൊക്കെ എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത്? ഓ ഗായ്സ് അത് നോക്ക്, എന്ത് ബ്യൂട്ടി, സീന് സാധനം. പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇത് നോക്ക് നിങ്ങള്, എന്ത് ഭംഗിയാണ് കാണാൻ. പ്രകൃതി കാണാൻ എത്ര മനോഹരമായിരിക്കുന്നു. ഗായ്സ് നിങ്ങളിത് നോക്കി, എത്ര അടിപൊളിയായ കാഴ്ചയാണ്. ഫുള്ള് കോടയിൽ നിറഞ്ഞ മഞ്ഞുമലകൾ. നമ്മള് മഞ്ഞ് കണ്ടിട്ടേ ഇറങ്ങുള്ളൂ അല്ലേ? അത് ഉറപ്പല്ലേ? ഉറപ്പല്ലേ? ഇവിടെ വന്നേക്ക് ഫുള്ള് മലയാളീസ് ഒക്കെ സർഫസ് അടിക്കാൻ വന്നിക്കണ്. പട്ടാമ്പി ഓങ്ങല്ലൂരുള്ള ഭാഗത്തുള്ള രണ്ടാമന്മാരുണ്ട് നമ്മളെ നാട്ടിൽ നിന്ന്. ഭയങ്കര ആംബിയൻസ് ആട്ടോ. ഫുള്ള് കേരള ചെറുക്കന്മാര് മാത്രമേ ഉള്ളൂ ഇവിടെ. അങ്ങോട്ട് പിന്നെ ഫുള്ള് മലയുള്ളൂ. നമ്മൾ കയറി മടുത്തു. ഇവിടെ കയറാന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് ഒക്കെ പോയായിരുന്നു ബ്രോ. സ്കൂളുണ്ട്. ഇത്രേ സ്കൂളിലോട്ട് ടെൻറ്റ് അടിച്ചിരിക്കുന്നു. നാളെ സ്കൂളിൽ വെള്ളം കുടിക്കണ്. എന്നാലും കുഴപ്പമില്ലടാ നമുക്ക്. ബൈ ബൈ. ഓള് മൈൻഡില്ല. പെൺകുട്ടി നൈസ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ അതുവേ പെൺകുട്ടി നൈസാണ്. നല്ല പേര്. അതെ അതെ, പേരും ആളും കൊള്ളാം. സ്നേഹാന്ന് പേര് വെച്ചിട്ട് മാലാഖയുടെ രൂപത്തിൽ ഞങ്ങളെ മുന്നിൽ വന്ന് വള്ള ടേപ്പ് കാണിച്ചെന്ന്. എടാ വറകൊന്നും എടുക്കല്ലടാ, നമുക്ക് തീയൊക്കെ കത്തിക്കണ്ട്. സ്കൂള് കത്തിക്കരുതിട്ടാ. ഓ ഗായ്സ് നിങ്ങൾക്കിപ്പോൾ ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഒരു പുക പോകണം കാണിച്ചു തരാം. കണ്ടോ ജാതി തണുപ്പാണ്. ഞാൻ തടുത്തിട്ട് പണ്ടാറടങ്ങല എടുത്തിരിക്കും. ഹായ് സീന്. ആ കുട്ടി കൊള്ളാല്ലേടാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നൈസ്. നമ്മളോളെങ്ങനെ കെട്ടിട്ട് ഇവിടെ നിന്നാലോടാ. ഓൾക്ക് നല്ല നാണുണ്ട്. പേരിന്റെ അർത്ഥം ചോദിച്ചോളം മണ്ടുന്ന്. എനിക്കതൊക്കെ ക്ലിപ്പായിട്ട് കിട്ടിയടാ. ഗായ്സ് അങ്ങനെ ടെന്റിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഓ തണുത്ത് പണ്ടാറടങ്ങല എടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് മച്ചമാരെ തണുപ്പ്? സൂപ്പർ. കിടുവാണ്, പറയല്ല കിടുക്കി.
ഗായ്സ് അങ്ങനെ നമുക്ക് ചൂട് കായാൻ കുറച്ച് തണ്ടും തടിയുള്ള വിറക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് ലൈറ്റർ വെച്ച് കത്തിച്ചാൽ കത്തുന്നില്ല. അതുകൊണ്ട് നമ്മളൊരു പണി ഒപ്പിക്കാൻ പോവുകയാണ് ഗൈസ്. ആരും അനുകരിക്കരുത്. പ്രത്യേകിച്ച് ഇവിടെ വന്ന് നമ്മളെ സ്നേഹയുടെ വീട്ടിൻ്റെ പുറകിൽ കുറച്ച് ചുള്ളിക്കമ്പുണ്ട്. അപ്പോൾ അത് നമ്മൾ കത്തിക്കാൻ വേണ്ടി എടുക്കുകയാണ്. സൗണ്ട് ഉണ്ടാക്കിയ പൊടു അതാണ് സ്നേഹയുടെ വീട്. ചുള്ളിക്കമ്പ് കിട്ടി വണ്ടിയും കൊണ്ട് നടക്കട ഓടുക, കണ്ട വഴി ഓടുക. തണുത്ത് പാണ്ടാറാണ് കേട്ടോ. സംസാരിച്ച ആ പണ്ടാറാണ് തീയത്തിക്കുള്ള പരിപാടിയില്ല. കത്തുന്നില്ല ഞങ്ങളുടെ മൂട്. ചുള്ളിക്കമ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് നിൻ്റെ ട്രൈ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഗ്യാസ് കത്തിക്കാൻ വേണ്ടി അവസാനം ഗ്യാസ് ഓണാക്കേണ്ടിയാണ്. കത്തിക്കണേ നായ്ക്കളെ. പണ്ടാറടങ്ങ് തണുത്തിട്ട് ചൂടാക്കട്ടെ. നന്നത് ചൂടാക്കണ ഒരുത്തി. വിമാനമാണ് ആ വിമാനം. മൊത്തം കത്തിപ്പൊടി പൊട്ടിത്തെറിച്ച് ചത്തു. സത്യം. അറിയാ സാധനം കത്തണില്ല. തേങ്ങാക്കൊല. ഇപ്പൊ കൊതുവിനെ പോക്കാനുള്ള പുക വെച്ചിണ മാതിരി. എടാ കത്തൂലടാ, അതങ്ങനെ വരുന്ന സാധനം. പോയി ഒന്നും ഇതി പിടിച്ച് ചൂട് കാണും. കുറച്ച് വെള്ളം വേണേ അകത്ത് വെച്ച് ചൂടാക്കാം. അപ്പോഴത്തേക്ക് റൂമിനകത്ത് കുറച്ച് ചൂടിക്കും. കത്തത്തിലടാ, വെറുതെ ഗ്യാസ് തീരത്തേ ഉള്ളൂ. വെള്ളം ചൂടാക. ഓഫാക്ക്. ചുള്ളി എത്തുമായിരിക്കും. ഇല്ല കത്തൂല. അത് കത്തി അങ്ങ് തീരത്തേ ഉള്ളൂ. ഇല്ല അങ്ങനെ തീരത്തല്ലേ ഉള്ളൂ. കത്തിയാലും നമുക്ക് വയ്ക്കാൻ വിറക് വേണ്ടേ? എല്ലാം നനഞ്ഞിരിക്കും. ഇനി എല്ലാം നാളെ വൃത്തിയാക്കി കൊടുത്തില്ലേ കവട്ടവളൊക്കെ അടി കിട്ടും. അത് ഓഫാക്കി തെറ്റിനകത്ത് കയറിട്ടെ കലമ്പാക്കില് തേങ്ങാക്കൊല. കുറച്ച് വെള്ളവും ചൂടാക്കി ഇതെല്ലാം കൂടെ എടുത്ത് കളയാൻ കളഞ്ഞാൽ മതി. രാവിലെ കളയാം. വെല്ലുവിളി രാവിലെ വന്ന് നോക്കിയിട്ട് ഇതൊക്കെ മതിയാണ്. എന്താണ് അങ്ങനെ ടെൻറ്റിൻ്റെ ഉള്ളിൽ തീ കാഞ്ഞിരിക്കാണ്. തണുപ്പ് സഹിക്കാൻ വയ്ക്കാണ്ട് ഇതാകുമ്പോൾ ഹീറ്റ് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുമല്ലോ. എന്തൊക്കെ അഭ്യാസങ്ങളാണ്. ഇച്ചിരി ചൂടുണ്ടല്ലോ. എന്താ പറയുക, ഭയങ്കര കഷ്ടപ്പാടാണ് സർവൈവ് ചെയ്യാൻ. പക്ഷേ കുഴപ്പമില്ല, ഇതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഇതിലപ്പുറം എന്തൊക്കെ വരാനുണ്ടല്ലോ ഉണ്ണിയെ. അല്ലേ മല കയറുമ്പോൾ അറിയാം എന്തൊക്കെയാ കത്തിപ്പോവാൻ പോകുന്നത്. ആകെ പണ്ടാറടങ്ങിയിരിക്കുകയാണ് മൊത്തത്തിൽ. ഒന്നും പറയല. ഭയങ്കര തണുപ്പ് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ടെൻറ്റിൻ്റെ ഉള്ളിൽ ഗ്യാസ് എത്തിക്കുന്നു. ഓ സീനന്നെ വണ്ടി സീൻ. ചില്ലറ ആന്തോന്നല്ല. വിറകെത്തിക്കാൻ നോക്കിയത് നടക്കുന്നില്ല, കത്തുന്നില്ല. ആകെ ഒരു ലൈറ്റർ ഉണ്ടായിരുന്നു. ലൈറ്റർ അയച്ചാൽ ഒരുമാതിരി കോപ്പിലെ സാധനം. കത്തിച്ച വാണം വേണ്ടാച്ചിട്ടാ കത്തണ തന്നെ. ലൈറ്ററിന് ആറ്റിറ്റ്യൂഡ് ഒട്ടും താല്പര്യമില്ലാത്തൊരു സാധനം. ആറ്റിറ്റ്യൂഡിൻ്റെ ഓരോ വിഷയങ്ങളെ അതല്ല, നമുക്ക് സർവൈവ് ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു പരീക്ഷണമാണ്, അത്രേ ഉള്ളൂ. വെള്ളം തിളച്ച് ഗ്യാസ് തീർന്നുകൊണ്ടിരിക്കുന്നത്.
ഗായ്സ് ചൂട് വെള്ളം നല്ല ഈത്തപ്പഴം കൂടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതേ കഴിക്കാൻ പാകമുള്ളൂ, വേറെ വഴിയില്ല എന്നാണ് സത്യാവസ്ഥ. തണുത്ത് പണ്ടാറടങ്ങിയിട്ട് ചെയ്യാം. ഇതൊക്കെ നടക്കുള്ളൂ. ഗൈസ് എല്ലാം എടുത്തു വെച്ചു. എന്താ ഈത്തപ്പഴമൊക്കെ കഴിച്ച് ഇനി പടക്കളം സിനിമ ഉണ്ട്, അതും കണ്ട് നമ്മൾ കിടന്നുറങ്ങുകയാണ് ഗൈസ്. ഓക്കെ ബൈ ബൈ. അപ്പോൾ ബാക്കി നാളെ. അതിന് ഒരു മിനിമം മര്യാദ കാണിക്കണോ? സാറേ വെറുതെ അലമ്പാക്കരുത്. തനിക്ക് എന്തെങ്കിലും ഇവിടെ സംസാരിക്കണമെങ്കിൽ മര്യാദയ്ക്ക് എന്റെ പെർമിഷൻ എടുക്കണം, മനസ്സിലായോ? നിങ്ങളോടത്തൊക്കെ മര്യാദ സംസാരിച്ചിട്ടാണ് വിദ്യാർത്ഥി അപ്പം പടം കണ്ട് ഞാൻ അങ്ങനെ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ഓക്കെ ബൈ ബൈ.